അലന് ഗായത്രിയിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ജോസൂട്ടിക്ക് അറിയാലോ? ആ കഥയൊക്കെ ഞാൻ ഇത്തിരി വൈകി അറിഞ്ഞത്. പക്ഷെ അതിനു മുമ്പേ ആ കുഞ്ഞിന്റെ കാര്യം എന്റെ കാലി വന്ന് ചുറ്റിയതാ. അതും ബെന്നിസാറ് പറഞ്ഞിട്ട്. അന്ന് അതിനെയും അതിനെ നോക്കുന്ന കൊച്ചിനെയും ഒതുക്കാൻ ബെന്നിസാർ പറഞ്ഞതായിരുന്നു. ഒരു തവണ എല്ലാം ഒത്തു വന്നതാ. പക്ഷെ അതൊന്ന് പാളിപ്പോയി. പിന്നെ ബെന്നിസാർ അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. ചോദിച്ചപ്പോ പൗലോസ് മുതലാളി വിലക്കിന്നാ പറഞ്ഞത്. അങ്ങനെ ആ കേസ് നമ്മൾ വിട്ടുകളഞ്ഞു. എങ്കിൽ ജോസൂട്ടി, ഇച്ചായം വിട്ടുകളഞ്ഞ ഭാഗത്ത് നിന്നും ആ കേസ് നമുക്ക് വീണ്ടും ഏറ്റെടുക്കണം. അത് വേണോ? പ്രത്യേകിച്ച് പൗലോസ് മുതലാളി ഉടക്കി നിൽക്കുന്ന സ്ഥിതിക്ക് വേണം. പാപ്പിച്ചായനോ ഇച്ചായനോ അറിയാതെ നമുക്ക് ആ കുഞ്ഞിനെ ഒഴിവാക്കിയെടുക്കണം. അത് അവളെയും കൂടി ചേർത്തിട്ടായാലും വിരോധമൊന്നുമില്ല. എന്തു പറയുന്നു? ആ കുഞ്ഞ് ഒഴിവായി കിട്ടുന്നത് കൊണ്ട് പ്രയോജനമുള്ള രണ്ടു പേർ ഞാനും നിങ്ങളുമാ. കാരണം അത് ജീവിച്ചിരുന്നാൽ ഒരിക്കലും എന്റെ ഭർത്താവ് എന്നിലേക്ക് മടങ്ങി വരത്തില്ല. അതിലും കഷ്ടമാ ജോസൂട്ടിയുടെ കാര്യം. അലൻ ജോസഫിന്റെ കുഞ്ഞെന്ന് പറയുമ്പോ അത് അലൻ ജോസഫിന്റെ എല്ലാ അവകാശങ്ങളിലും പങ്കുള്ള കുഞ്ഞ. ഞാനിവിടെ വന്ന് കണ്ടെടുത്തോളം മനസ്സിലാക്കിയത് അയാളുടെ കുഞ്ഞിനെ കിട്ടിയാൽ വളർത്താൻ പോലും ഇവിടെയുള്ളവർ തയ്യാറാണെന്നാ. അങ്ങനെ ഈ വീടിന്റെ പേരിൽ അവകാശമുള്ള ഒരു കുഞ്ഞ് വളർന്നു വന്നാൽ ഭാവിയിൽ അത് ഏറ്റവും കൂടുതൽ അപകടകാരിയാവുന്നത് ജോസൂട്ടിയുടെ കാര്യത്തിലാവും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ജോസൂട്ടിക്ക്? ഈ വീടും ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ വിട്ടുകൊടുക്കേണ്ടി വരും ഇയാൾക്ക്. ഇനി പറ, അത് ജീവനോടെ ഇരിക്കുന്നത് അപകടമല്ലേ ജോസൂട്ടി? ശരിയാണ്. എങ്കിൽ പിന്നെ എന്നെ വേണമെന്നേ ജോസൂട്ടി അങ്ങ് തീരുമാനിക്കേ. അതിന് ചെലവാകുന്ന കാശ് എത്രയാന്ന് വെച്ചാ പറയാൻ മടിക്കണ്ട. അത് എന്റെ അക്കൗണ്ടിൽ നിന്ന്. ഓക്കേ? നാളത്തേക്കുള്ള അരിയും ശർക്കരയൊക്കെ തീർന്നു. വേണമല്ലോ മോള്. ആ കൊച്ചുവിനെ ഇതുവരെ കണ്ടതും ഇല്ലല്ലോ. ഇന്ന് വരാൻ ലേറ്റ് ആവുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഏതോ പുതിയ റൂട്ടിലോട്ടൊക്കെ പോകുന്നുണ്ടെന്ന്. ആ, എന്നാ പിന്നെ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇനി അവനെ കാത്തു നിന്നാ സംഗതി വൈകും. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ. അല്ല, അവിടെ സുന്ദരണ്ണ മാത്രമല്ലേ ഉള്ളൂ. അവിടത്തെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. ഇക്കാമ്മ എന്ന് നേരത്തെ പൊയ്ക്കോ. അരി ഞാൻ അരച്ചു വെച്ചോളാം. അതെങ്ങനാടി? കുഞ്ഞിനെ കൊണ്ട് നിനക്ക് എല്ലാം കൂടെ പറ്റുമോ? കൊച്ചിനെ നോക്കുന്നത് തന്നെ ഒരാളുടെ പണിയാ. അതിന്റെ കൂടെ നീ ഇനി അരി ആട്ടാനൊന്നും നിൽക്കണ്ട. ഞാൻ പോയിട്ട് വേഗം വരാം. ആ, അല്ലടി കൊച്ചേ, ആ ചെറുക്കനെ 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. എന്തോ പറ്റി? നിങ്ങൾ തമ്മിൽ പിണക്കം വല്ലതുമാണോ? ഞാൻ എന്ത് പിണങ്ങാൻ അയാളുമായിട്ട്? എന്തെങ്കിലും തിരക്ക് കാണും അവിടെ, അതുകൊണ്ടാവും വരാത്തത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു നേരമെങ്കിലും അവൻ ഇവിടെ ഒന്ന് വരവ് വെച്ചിട്ട് പോണതല്ലയോ? 1-2 ദിവസമായിട്ട് അവന്റെ പൊടി പോലും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആ, ഇനി ചിലപ്പോ കല്യാണ വിളിയൊക്കെ തുടങ്ങി കാണുമായിരിക്കും. തിരക്കിനിടയ്ക്ക് എവിടെന്ന് സമയം കിട്ടാനാ? ആ, ഞാൻ ഏതായാലും പോയിട്ട് വരാം. ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടൊന്ന് വിളിക്കുകയോ വരികയോ ചെയ്തില്ലല്ലോ. ഇനി ഇക്കാമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും പിണക്കം തോന്നിയിട്ടാവോ? അതോ വല്ല അസുഖം പിടിച്ച് കിടക്കുമായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, ചിലപ്പോൾ മനഃപൂർവ്വം എന്നിൽ നിന്ന് അകലം പാലിക്കാനാവും. ഇനി ഞാനായിട്ട് വിളിച്ച് ആ മനസ്സ് വിഷമിപ്പിക്കണ്ട. നല്ല കുട്ടിയായിട്ട് ഇതിവിടെ ഇരുന്ന് കഴിച്ചോണം. എന്നിട്ട് എൻ്റെ രുക്മിണിയമ്മയുടെയും കാത്തൂൻ്റെയും കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നാളെ ഞാൻ വരുമ്പോൾ പറയണം. കേട്ടല്ലോ?
അഭിരാമി. അഭിരാമി ശങ്കർ. എടാ ശംഭുവേ, കല്യാണച്ചക്കൻ എന്താ പകൽക്കിനാവ് കാണുവാണോ? ഞാൻ വെറുതെ. പിന്നെ ഒരു വെറുതെ അല്ല, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെടാ കൊച്ചു കള്ള. അതെന്താ സ്വപ്നം കണ്ടത്? സിനിമയിലെ പാട്ടുരംഗം പോലെ നീ ആ പെങ്കൊച്ചും കൂടെ ആടിപ്പാടി നടക്കുന്നതാണോ? പഴയ കാർട്ടൂണ് കേക്കട്ടടാ. ഒന്ന് പോ കാത്തു അവിടുന്ന്. സ്വപ്നങ്ങൾ കാണാൻ പറ്റിയ സമയം തന്നെ. അല്ലടാ ശംഭുവേ, 2 ദിവസമായിട്ട് നീ എന്താ ഇതിനകത്ത് അടയിരിക്കുന്നത്? ഓഫീസിലൊന്നും പോവണ്ടേ? 2 ദിവസത്തേക്ക് ഞാൻ ലീവാ. അതെന്താടാ? അവധി ദിവസം പോലും ഓഫീസെന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്നവനായിപ്പോ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. ഓ, ഇയാളിപ്പോ വലിയ കോടീശ്വരൻ ബാഹുലേന്റെ മരുമകനാകാൻ പോവല്ലേ? പിന്നെ ജോലിക്ക് പോയി കാശുണ്ടാക്കുന്ന എന്തിനാണെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ? കാത്തൊന്ന് പോകുന്നുണ്ടോ? വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. എടാ പൊട്ടാ, കല്യാണം കഴിയുന്നവരെ ഇപ്പൊ ഉള്ള ജോലി കളയാതെ കൊണ്ടു നടക്കണം. കല്യാണ ചെലവിനും താലിക്കും മാലയ്ക്കും ഉള്ള കാശ് കണ്ടുപിടിച്ചിട്ടുണ്ടാടാ നീ? അതിനൊന്നും സമയമായില്ലല്ലോ കാത്തു. സമയമാകുമ്പോ നമുക്ക് ആലോചിക്കാം. പോരാ, ഇപ്പോഴേ അതിനുള്ള വഴിയൊക്കെ കണ്ടുപിടിക്കണം. അല്ലാതെ കെട്ടുതാലിക്കുള്ള കാശ് സംബന്ധക്കാരോട് ഇരക്കുന്നത് നമ്മുടെ അമ്പലമുറ്റത്തുകാർക്ക് ചേർന്നതല്ലടാ. താലിക്കും കല്യാണ ചെലവിനും ഉള്ളതൊക്കെ നമ്മൾ ഇപ്പോഴേ കരുതി വെക്കണം. അല്ലാതെ സമയത്തിന് വന്ന് ദേ കാത്തു ആ മോതിരങ്ങി താന്ന് പറഞ്ഞ് നിന്നേക്കരുത്. ഞാൻ തരില്ല കേട്ടോ. നിന്റെ കല്യാണത്തിന് അതൊക്കെ ഇട്ട് ഈ കാത്തു സ്റ്റൈലായിട്ടൊരു നിൽപ്പുണ്ട്. കലക്കും. നീ ഭാഗ്യമുള്ളവനാടാ ശംഭു. അല്ലേലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു ആലോചന വന്ന് മുറുകുമോ? അതും അമ്പലമുറ്റത്തെ ഉപ്പും ചോറുണ്ടെന്ന് നടന്നവന്റെ മോളുടെ. നിന്റെ കുഞ്ഞിനെയും കൂടി ഒന്ന് കണ്ടിട്ട് വേണം കാർട്ടൂന് കണ്ണടയ്ക്കാൻ. അത്രേ ഉള്ളടാ ഈ കിഴവിക്ക് മോഹം. നടക്കും, അത് നടക്കും. അതിനു വേണ്ടിയാ ഈ കിഴവിയുടെ ആയുസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാലും അവക്ക് ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. അപ്പോ എന്നെക്കുറിച്ച് ഒന്നും അറിയാൻ അവൾക്ക് ആഗ്രഹമില്ലായിരിക്കും. വേണ്ട, വിളിക്കണ്ട. അല്ലെങ്കിൽ തന്നെ അവൾക്കിപ്പോ ഞാനാരാ? സാധനങ്ങളുടെയൊക്കെ വില കേൾക്കുമ്പോ മനുഷ്യന്റെ തല കറങ്ങി പോവും. പച്ചരിക്കും ശർക്കരയ്ക്കും ഒക്കെ വില സ്വർണം പോലെ ആയിട്ടുണ്ട്. ഈ വിലക്ക് ഇതൊക്കെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടി കൊച്ചേ. ഇതിലും നമുക്ക് അല്പം കൂട്ടയക്കാമേ, കുറച്ച് കഴിയട്ടെ. ആദ്യം നമ്മുടെ അമ്മാളു സ്നാക്സ് മാർക്കറ്റിലൊന്ന് ക്ലച്ച് പിടിക്കട്ടെ. ഇനി എന്തോന്ന് ക്ലച്ച് പിടിക്കാൻ? കൊണ്ടുപോകുന്നതൊക്കെ അന്നന്ന് തീരുന്നുണ്ടല്ലോ. എല്ലാ കടകളിൽ നിന്നും പുതിയ ആർഡറും കിട്ടുന്നുണ്ട്. എന്ന് വച്ചാ നമ്മുടെ പലഹാരം ആൾക്കാർക്ക് പിടിച്ചു എന്നല്ലേ. ഇനി കണ്ണും പൂട്ടി 2-3 രൂപ അങ്ങ് കൂട്ടണമെന്നേ. അതൊക്കെ ശരി തന്നെയാ. എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് വില കൂട്ടണ്ടേക്കാമേ. ആൾക്കാർക്കിടയില് നമ്മുടെ അമ്മാളൂന് നല്ല ഡിമാൻഡ് ഉണ്ടാവണം. അമ്മാളും ഉണ്ണിയപ്പവും അമ്മാളും അച്ചപ്പവും ഒക്കെ മതിയെന്ന് ആൾക്കാർ ആവശ്യപ്പെട്ട് തുടങ്ങുമ്പോ നമ്മൾ ഇച്ചിരി വില കൂട്ടും. അല്ലാതെ ഇപ്പൊ കൂട്ടിയ
കടക്കാര് ലാഭം കൂടിയ മറ്റേതെങ്കിലും ബ്രാൻഡ് അടിച്ചേൽപ്പിക്കും. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും ഇങ്ങനെ ഒന്ന് തുടങ്ങിയത് നന്നായി മോളെ. എങ്ങും കിടന്ന് അലയുകയും വേണ്ട, വീട്ടിൽ ഇരുന്നോണ്ട് വരുമാനവും ഉണ്ടാക്കാം, കൂട്ടത്തിൽ കൊച്ചിനെയും നോക്കാം. ഇക്കാമ്മ തന്ന കാശ് മുഴുവനൊന്നും ആയിട്ടില്ല. ബാക്കി ഞാനങ്ങ് തിരിച്ചു തരട്ടെ. അതൊന്നും വേണ്ട. ഞാൻ നിനക്ക് തന്നത് നല്ല മനസ്സോടുകൂടിയാ. അത് തിരിച്ചു തന്നാൽ നിന്നോട് ഞാൻ മിണ്ടത്തില്ല. എടി കൊച്ചേ, ഈ ഡോക്ടർ പരീക്ഷ പാസ്സാവാൻ എത്ര രൂപയുടെ ചെലവ് വരും? ഒരു 50,000 രൂപ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? എന്തിനാ? ഇക്കാമ്മയ്ക്ക് ചേരാനാണോ? അവേടാ, ഒറ്റ കുത്തു വെച്ചേരും ഞാൻ. ഓ, ഈ വയസ്സുകാലത്തല്ലയോ ഈ കുന്ത്രാണ്ടം പഠിക്കാൻ പോണത്. ഞാൻ നിന്റെ കാര്യത്തിനാടി ചോദിച്ചത്. മുടങ്ങിപ്പോയ പഠിത്തം കാശുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ പറ്റുമോടി മോളെ? എന്റെ ഇക്കാമ്മേ, അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. പിന്നെ അതിനൊക്കെ എത്ര കാശ് ചെലവ് വരുമെന്നായി പറയുന്നേ? 50,000 ഒന്നൊരു 50 തവണ പറയണം. എന്താ അത്രയും കാശുണ്ടോ ഇക്കാമ്മയുടെ കയ്യില്? എന്നാ നമുക്കൊരു കൈ നോക്കാം. ഓ, അങ്ങനെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു 5-6 കൃഷ്ണ ദൈവം തമ്പുരാൻ തന്നിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു കൈ നോക്കിയേനെ. പിന്നെ ഇക്കാമ്മ മാത്രമല്ല, ഇവിടെ ഒരാളും എന്നെ ഡോക്ടറാക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുക. അതൊന്നും നടക്കുന്ന കാര്യമല്ലാന്നേ. എനിക്കിപ്പോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. നോക്കട്ടെ, വലിയ ഡോക്ടറൊന്നും ആയില്ലെങ്കിലും ഈ അമ്മാളുനെ കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. ആ ചെറുക്കനെ 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോടി. ആ, ചിലപ്പോ കല്യാണമൊക്കെ അടുത്ത് വരുന്നോണ്ടായിരിക്കും അല്ലേ? നിന്നെ അവന് വലിയ ഇഷ്ടമായിരുന്നല്ലോടി. ഈ ഇക്കാമ്മയ്ക്ക് ഇതെന്താ? അയാൾക്ക് നല്ലൊരു കല്യാണം ഒത്തു വന്നിരിക്കുക. ഇനി അതും ഇതും പറഞ്ഞത് കൊളവാക്കരുത്, പറഞ്ഞേക്കാം. നീ എങ്ങോട്ടാ? മോളെ ഒന്ന് നോക്കിയിട്ട് വരാം. കുഞ്ഞു തൊട്ടിൽ കിടന്ന് ഉറങ്ങുമല്ലേ? മുമ്പ് ദിവസം ഗ്രില്ലും അടച്ചിട്ടുണ്ട്. പിന്നെന്തോന്ന് ഇത്ര പേടിക്കാൻ? ആരാ? ഇവിടുത്തെ കേബിളിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇവിടുന്ന് ആരും കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞുമില്ലല്ലോ. അത് ചേച്ചി ഓർക്കാഞ്ഞിട്ടാവും. കംപ്ലൈന്റ് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത്. നീ ഭരതേട്ടൻ വിളിച്ച് പറഞ്ഞോ? ചേച്ചി പോയി ടിവിയിൽ പിക്ചർ കറക്റ്റ് ആണോ നോക്കി. ചിലപ്പോ കേബിൾ ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. എന്നാ നിക്കേ, ഞാൻ നോക്കിയിട്ട് വരാം. ആ, എല്ലാ ചാനലും കറക്റ്റ് ആണെന്ന് നോക്കണേ. ആ, നോക്കാം. അമ്മാളൂട്ടി കിടന്നുറങ്ങിക്കോണേ. ഗൗരിയമ്മയ്ക്ക് നല്ല ജോലിയുണ്ട്. അതൊക്കെ തീർത്തിട്ട് ഞാൻ ഓടി വരാം. അമ്മാളൂട്ടി ഓ, എന്തിനാ കരയണേ? ഉറങ്ങിക്കോ. ഇതിങ്ങനെ കൊരുത്ത് വെക്കരുതെന്ന് എത്ര പറഞ്ഞാലും ഈ കാമ കേൾക്കില്ല.
പോയോ? ചോടാ. ആ അതെ, ചാനലെല്ലാം ഉണ്ട് കേട്ടോ. ഹലോ, ഇവിടെ ടി വിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഏയ്, അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാനാ പറഞ്ഞേ. അയ്യോ കള്ളൻ! പറഞ്ഞ ചേട്ടാ, പറഞ്ഞ ചേട്ടാ, ഇങ്ങോട്ട് ഓടി വന്നേ. ഇവിടെ കള്ളം കയറി. പറഞ്ഞ ചേട്ടാ, ഓടി വരേ. അവിടെ നിൽക്കേ, അവിടെ. പറഞ്ഞ ചേട്ടാ, ആ വന്നവനെ കള്ളനായിരുന്നു. അവനകത്ത് കയറി എന്തോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്റെ അമ്മച്ചിയെ, ഈ ഗ്രില്ല് ഗൗരി അടച്ചിട്ടതായിരുന്നല്ലോ. ഉറപ്പാ അവനകത്ത് കയറി എന്തോ എടുത്തോണ്ട് പോയി. അവൻ എങ്ങോട്ടാ പോയത്? റോഡിലോട്ട് പോയെന്ന്. ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു. നീ ഗൗരിയെ വിളിച്ച് വിവരം പറ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ല്, വേഗം ചെല്ല്. അയ്യോ എന്റെ അമ്മേ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമായി ചേട്ടാ, നിങ്ങൾ വേഗം വണ്ടി എടുക്ക്. അവിടെ പെണ്ണ് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഒരു വിധത്തിലെ ഓടി രക്ഷപ്പെട്ടത്. ആ, വേഗം കറിക്കൂ. വണ്ടി എടുത്തോ. ആന്റി, എന്റെ കുഞ്ഞെവിടെ? ആന്റി എടുത്തായിരുന്നു അവളെ. എന്റെ ഈശ്വര, അപ്പൊ കുഞ്ഞിനെയാണ് അവൻ എടുത്തോണ്ട് പോയത്. എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? ഏതോ ഒരുത്തൻ ഇവിടെ കയറി എന്തോ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കേട്ടതാ. ചോദിച്ചപ്പോ ഒന്നും മിണ്ടാതെ ഒരൊറ്റ ഓട്ടം. പരഞ്ചേട്ടനും ആ കൂടെ പോയിട്ടുണ്ട്. ഈശ്വര, എന്റെ മോള്. അങ്കിൾ, എന്റെ മോള് ആരെ കൊണ്ടുപോയേ? അറിയില്ല മോളെ. ഒരു വണ്ടി സ്പീഡിൽ പോകുന്നതായിട്ട് വഴിയെ പോകുന്ന ഒരാൾ പറഞ്ഞു. ആ, മോള് പേടിക്കണ്ട. ഞാൻ പെട്ടെന്ന് 100-ലോട്ടൊന്ന് വിളിക്കട്ടെ. അവനെ പോലീസ് ബ്ലോക്ക് ചെയ്തോളും. എന്തായി പരഞ്ചേട്ടാ? ആളിനെ കിട്ടില്ലടി. ആണോ? നീ ആ മൊബൈൽ എടുക്ക്, ഞാൻ പോലീസിനെ അറിയിക്കട്ടെ. ചെല്ല്. ആ മോളെ, നീ ശങ്കറിനെ വിവരം അറിയിക്കേ. അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ മണ്ടേട്ടമ്മേ, കാലന്മാരെ എന്തിനു കൊണ്ടുപോയോ എന്തോ. ഒരു തരത്തിലും അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോ പണിക്കര് പറഞ്ഞതനുസരിച്ച് നവംബർ 9 ഞായറാഴ്ച രാവിലെ 10:30 കഴിഞ്ഞ് ഒരു മുഹൂർത്തം കാണുന്നുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 20-ാം തീയതി വ്യാഴാഴ്ചയുള്ള സമയം. ഈ 2 ദിവസങ്ങളിൽ ഏതാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാ നമുക്ക് നിശ്ചയം ആ ദിവസം നടത്താം. എന്തു പറയുന്നു? ആദ്യം പറഞ്ഞ ഞായറാഴ്ച തന്നെയാവും ബാഹുലേ നല്ലത്. അതാവുമ്പോ ഇവന്റെ ഓഫീസ് അവധി ആയിരിക്കുമല്ലോ. അതെ അതെ, എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ട് പോകുന്നത്? നിശ്ചയം നേരത്തെ തന്നെ നടത്തുന്നതാ നല്ലത്. അപ്പോ നമുക്ക് 9-ാം തീയതി തന്നെയാണ് ഉറപ്പിക്കാം. ഓഡിറ്റോറിയം ഇന്ന് തന്നെ ഏർപ്പാടാക്കാം. അത് വേണോ ബാഹുലേയ? കല്യാണം ഏതായാലും വലിയ ചടങ്ങായിട്ട് തന്നെ നടത്തുമല്ലോ. നിശ്ചയം ചെറിയ രീതിയിൽ വീട്ടിൽ വെച്ചായ പോരെ? അല്ല, അത് മതിക്ക്. അങ്ങനെ എന്താ നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചാ പറഞ്ഞാ മതി. അതനുസരിച്ച് കാര്യങ്ങൾ ഞാൻ നീക്കിക്കോളാം. അല്ല, ഇവനെന്താ രുക്മിണിയമ്മൊന്നും ഉണ്ടായിരിക്കുന്നേ? എന്താടോ, തനിക്ക് സജഷൻ വല്ലതും ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഒരു മിനിറ്റ്. ഹലോ, എന്താ ഗൗരി? ഇതെവിടെയാ ശങ്കർ? ഞാൻ ഇത്ര പ്രാവശ്യമായിട്ട് വിളിക്കുക. ഇവിടെ ചില ഗസ്റ്റുകളുണ്ട്. താൻ എന്താ വിളിച്ചേ? എന്റെ മോളെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഗൗരി, മോളെ? എടു, താൻ എന്തോ പറയുന്നേ? തട്ടിക്കൊണ്ടു പോയെന്നോ? ആര് തട്ടിക്കൊണ്ടു പോയിന്ന്? അറിയില്ല ശങ്കർ, ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. മോളെ ആരോ കൊണ്ടുപോയിന്ന് മാത്രമേ എനിക്കറിയൂ. ഗൗരി, നീ വിഷമിക്കാതെ. മോളെ നമുക്ക് എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ശരി. അപ്പോ
കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. നിശ്ചയം കഴിഞ്ഞ് സുമാർ 1 മാസം കല്യാണം. എന്താ? ആയിക്കോട്ടെ. എടോ, ഡിസംബറിൽ അങ്ങ് നടത്താനാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം. അമ്മേ ഞാനൊന്ന് പുറത്തോട്ട് പോവാ. അതെന്താടാ പെട്ടെന്നൊരു പോക്ക്? ഓഫീസിൽ ചെറിയൊരു അത്യാവശ്യം, എനിക്ക് പോയേ പറ്റൂ. എന്നാ പിന്നെ നടക്കട്ടെ. അപ്പൊ വരുന്ന 9-ാം തീയതി എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ? ശരി. അവൻ ഇപ്പോഴും ഒരു വെല്ലായിക ഉണ്ടല്ലോ രുക്മിണിയമ്മ. ഏയ്, ഓഫീസിൽ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാവും, അല്ലാതെ അവന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാനും ഇറങ്ങട്ടെ. ഇടയ്ക്ക് വിളിക്കാം.